ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇറച്ചി പോള. അപ്പോൾ ഇത് കുറച്ച് മക്രോണിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ മസാലയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മക്രോണൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ സോസ് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഈ കപ്പിന് 3/4 കപ്പാണ് മക്രോണി ഞാൻ എടുത്തത്. അപ്പോൾ വെന്ത് വരുമ്പോൾ 2 കപ്പ് മക്രോണി കിട്ടും. ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർത്തിട്ട് മക്രോണി വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് ടാപ്പ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തണുക്കുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കില്ല. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള 2 പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ്, അത് ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. അപ്പോൾ വഴന്ന് വരുമ്പോൾ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഞാൻ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസിയാണ് ഈ മസാല. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളറും കിട്ടും, നമ്മളെ പോളക്ക് നല്ലൊരു ഫ്ലേവറുമാണ് ഈ മസാലയ്ക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ലോണം ചേർത്തിട്ട് ഒന്നിങ്ങനെ പച്ചമണമൊക്കെ മാറ്റി കൊടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ കെച്ചപ്പ് 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് പാകമാക്കി എടുക്കുക. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വേവിച്ച ചിക്കനാണ്, അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച ചിക്കനാണ്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ചിട്ടുള്ള മക്രോണി ചേർക്കണം. ഇനി മക്രോണി ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇനി അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 6 എഗ്ഗ് മിക്സിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്, 4 ടേബിൾ സ്പൂണ്. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സിയിൽ അടിച്ച എഗ്ഗാണിത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറേശ്ശെ നമുക്ക് മസാല ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ബാക്കിയും ഇതേപോലെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ എല്ലാ മസാലയും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ നോക്കുക. ഇനി നമുക്ക് ഇറച്ചിപ്പോളാക്കിയെടുക്കാം. അപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വെന്ത് വരുമ്പോൾ ഈസി ആയിട്ട് അത് ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ ചൂടായ പാനിലോട്ട് നമുക്ക് ഈ കൂട്ട് ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ലെവലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ എഗ്ഗിൻ്റെയും മക്രോണിൻ്റെയൊക്കെ മിക്സ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് ഒന്ന്
മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അത് 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വേഗം കരിഞ്ഞു പോകും. അപ്പോൾ തവ നല്ല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇത് വെന്ത് വരാൻ എടുക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വേവിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് വെന്തിക്കണമെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഫുള്ളും ഇത് വെന്തിട്ടില്ല, അത് സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി മുകൾ ഭാഗം വെന്ത് വരാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വേവിച്ചിട്ടെടുക്കണം. ഈ സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇത് മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് പാകമായി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ കണ്ട വിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ സ്ക്യൂവർ കൊണ്ട് നിങ്ങളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഞാൻ സിമ്മിലിട്ട് വേവിച്ചത് കൊണ്ട് കറക്റ്റ് മുകൾ ഭാഗം താഴെ ഭാഗമൊക്കെ ഒരേപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചൂടാറിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണ്ട മുകളിലൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇറച്ചിപ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റാണെന്ന്. അപ്പോൾ മക്രോണിൻ്റെ ആ മസാലേൻ്റെ കോമ്പിനേഷനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.